നമസ്കാരം. തോറ്റിട്ടും അധികാരം പിടിക്കാൻ നാണം കെട്ട കളിയുമായി തലസ്ഥാനത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ് CPM. BJP 50 വാർഡ് വിജയിച്ച് മേയർ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയിരിക്കുന്നു. ചരിത്ര വിജയം നേടിയിരിക്കുന്നു. കേവലം 29 വാർഡിൽ മാത്രം വിജയിച്ച CPM നാണം കെട്ട് നാറിപ്പോയി തലസ്ഥാന കോർപ്പറേഷനിൽ. എന്നിട്ടും കള്ളക്കളികളിലൂടെ കുതിരക്കച്ചവടത്തിലൂടെ അധികാരമുറപ്പിക്കാനും BJPയെ തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ അധികാരത്തിൽ നിന്ന് മാറ്റാനുമുള്ള വളരെ നാണം കെട്ട കളിയാണ് ഇപ്പോഴും CPM കളിക്കുന്നത്. കോൺഗ്രസും CPM-ഉം ഒന്നാകുന്നു. 2 സ്വതന്ത്രന്മാരെ കൂടെ ചേർത്ത് BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള കുതിരക്കച്ചവടത്തിന് CPM-ഉം കോൺഗ്രസും തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ തലസ്ഥാനത്ത് നിന്ന് വരികയാണ്. 2 സ്വതന്ത്രന്മാർ നിർണായകമാണ്. അതിൽ പാറ്റൂരിൽ നിന്ന് ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനാണ് ഏറ്റവും നിർണായകമായ ഘടകം. CPM-കാരനായിരുന്ന ഒരു കാലത്ത് CPM-ന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവായിരുന്ന രാധാകൃഷ്ണനെ CPM പുറത്താക്കിയെന്ന് മാത്രമല്ല CPM രാധാകൃഷ്ണനെ പടിയടച്ച് പിണ്ടം വച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിടയിൽ സ്ക്രൂട്ടനിക്കിടയിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് പിന്നാലെ പത്രികാ സമർപ്പണത്തിന്റെ സൂക്ഷ്മ പരിശോധനാ ദിനത്തിൽ ഈ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു CPM-ന്റെ നേതാവും സ്ഥാനാർത്ഥിയുമായ വഞ്ചിയൂർ ബാബു. ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നതാണ്. ആ ആക്രമണത്തിൽ പരിക്കേറ്റ രാധാകൃഷ്ണന്റെ ബൈറ്റുകൾ, രാധാകൃഷ്ണ പ്രതികരണങ്ങൾ കേരളത്തിലെ അപൂർവം ചില മാധ്യമങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടത്. ഈനാടക്കമുള്ള അപൂർവം ചില മാധ്യമങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടത്. പിന്നീട് രാധാകൃഷ്ണൻ അവിടെ ചരിത്ര വിജയം നേടി. 3 മുന്നണികളെയും അട്ടിമറിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറി. അപ്പോഴും BJPയുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ BJPയുടെ ഒരു അനുഭാവമുള്ള പ്രതികരണമായിരുന്നു രാധാകൃഷ്ണൻ നടത്തിയത്. തന്നെ കൊല്ലാൻ ശ്രമിച്ച, തന്നെ ക്രൂരമായി മർദ്ദിച്ച CPM-ന്റെ ഗുണ്ടകൾക്കൊപ്പം നിൽക്കില്ല എന്ന നിലപാട് രാധാകൃഷ്ണൻ സ്വീകരിച്ചു. അത് മാത്രവുമല്ല, തന്റെ വാർഡിന്റെ വികസനം മാത്രമാണ് തന്റെ ലക്ഷ്യം. തന്റെ വാർഡിൽ താൻ നിർദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. താൻ ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് സമാഹരിച്ച കുറെ വികസന പദ്ധതികളുണ്ട്. അത് താൻ മുന്നോട്ട് വയ്ക്കും. അതിനാരാണോ പിന്തുണയ്ക്കുന്നത് അവരെ ആയിരിക്കും താൻ പിന്തുണയ്ക്കുക. ഇതാണ് രാധാകൃഷ്ണന്റെ ശക്തമായ നിലപാട്. അപ്പൊ രാധാകൃഷ്ണന് കൃത്യമായി അറിയാം 50 വാർഡുകൾ വിജയിച്ച BJP ആയിരിക്കും സുശക്തമായ ഒരു ഭരണം നടത്താൻ കഴിവുള്ള ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി. ആ സ്വാഭാവികമായും ആ പാർട്ടിക്കൊപ്പം നിൽക്കുകയും തന്റെ വാർഡിലെ വികസനങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും ആ പാർട്ടി അംഗീകരിക്കുകയും ചെയ്താൽ രാധാകൃഷ്ണൻ BJPയെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാധാകൃഷ്ണനെ ചാക്കിട്ട് പിടിക്കാൻ പണച്ചാക്കുകളുമായി വാഗ്ദാനങ്ങളുമായി CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ നിരന്തരമായി രാധാകൃഷ്ണന്റെ തിണ്ണ നിരങ്ങുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് മാത്രവുമല്ല, എങ്ങനെയും തലസ്ഥാന കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരാതിരിക്കണം. ഒരിക്കൽ BJP അധികാരത്തിൽ വന്നാൽ പിന്നീട് തലസ്ഥാന കോർപ്പറേഷൻ ഒരിക്കലും കിട്ടില്ല എന്ന് CPM-ന് കൃത്യമായി അറിയാം. പതിറ്റാണ്ടുകളുടെ 4 പതിറ്റാണ്ട് നീണ്ട CPM കോട്ട തകർത്ത BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ചാക്ക് കണക്കിന് പണക്കെട്ടുകളുമായി CPM രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തലസ്ഥാനത്തെ നാണം കെട്ട വാർത്ത.